നമസ്കാരം. തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. ചാണ്ടി ഉമ്മനെ നമുക്കറിയാം. ഉമ്മൻചാണ്ടി രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന സമയത്ത് അത്രത്തോളം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നില്ല ചാണ്ടി ഉമ്മൻ. പക്ഷേ പുതുപ്പള്ളിയിലെ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടെ ജയിക്കുകയും ഉമ്മൻചാണ്ടിയുടെ മണ്ഡലം നിലനിർത്തി അത്തരത്തിൽ MLA ആയി നിയമസഭയിലെത്തിയ ആളാണ് ചാണ്ടി ഉമ്മൻ. പിന്നീടും പലപ്പോഴും പല തരത്തിലുള്ള കോൺഗ്രസിനെ പ്രശ്നത്തിലാക്കുന്ന വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുന്ന വലിയ വിമർശനങ്ങൾ, അതോടൊപ്പം ചില നിലപാടുകളൊക്കെ ചാണ്ടി ഉമ്മന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവാറുണ്ട്. അത് ഇപ്പോഴും തുടർന്നു വരുന്നു എന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. പറഞ്ഞു വരുന്നത് റിപ്പോർട്ടർ ടി വിയെ കുറിച്ച് പലതരത്തിലുള്ള ആക്ഷേപങ്ങളും വിമർശനങ്ങളും ഇപ്പോഴും നിലനിൽക്കുകയാണ്. നേരത്തെ ഉണ്ടായിരുന്ന നികേഷ് കുമാർ നടത്തി വന്ന അല്പസ്വല്പം പട്ടിണിയിലായിരുന്നെങ്കിലും ആ ചാനലിനൊരു നിലവാരമുണ്ടായിരുന്നു, ക്രെഡിബിലിറ്റി ഉണ്ടായിരുന്നു, വാർത്തകളിൽ സത്യസന്ധത ഉണ്ടായിരുന്നു. പക്ഷേ ഈ മരമുറി മുതലാളിമാർ ഈ ചാനൽ ഏറ്റെടുത്തതോടുകൂടി വാർത്തകളിൽ ക്രെഡിബിലിറ്റി ഇല്ല, മാത്രമല്ല നുണ പ്രചരിപ്പിക്കുന്നു എന്നൊക്കെ പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട്. അതിൽ ചില വാർത്തകൾ അവർ ചെയ്തതുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ അതൊക്കെ വലിയ സത്യമുള്ള കാര്യങ്ങളുമാണ്. പ്രത്യേകിച്ച് 3ഓളം പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മലപ്പുറത്തെ ഒരു വീട്ടമ്മ രംഗത്ത് വരികയും അത് പിന്നീട് എത്തിയ സമയത്ത് പോലും കോടതി പോലും ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, ഇത് വ്യാജ വാർത്തയ്ക്ക് വേണ്ടി സൃഷ്ടിച്ച ഒരു പീഡന പരാതിയാണെന്ന് പറയേണ്ടി വന്ന ഗതികേടുണ്ടായിട്ടുണ്ട്. ആ വാർത്ത പൊക്കിക്കൊണ്ടുവന്നത് റിപ്പോർട്ടർ TV ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ചാനലിന്റെ വാർത്തകളിലെ സത്യസന്ധത എത്രത്തോളം ഉണ്ട് എന്ന് നാട്ടുകാർ പരിഹസിക്കുന്നതിൽ നമുക്ക് അവരെ കുറ്റം പറയാനും സാധിക്കില്ല. കോൺഗ്രസിനെതിരെ നിരന്തരം വാർത്ത ചെയ്യുന്ന ഒരു ചാനലാണ് റിപ്പോർട്ടർ TV എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാർ ആ ചാനലിനെ ഔദ്യോഗികമായും കോൺഗ്രസിനെതിരെ നിരന്തരം വ്യാജ വാർത്തകൾ ചമച്ചതുകൊണ്ട് ആ ചാനലിനെ കോൺഗ്രസ്സുകാർ ബഹിഷ്കരിച്ചതാണ്. കെ സുധാകരൻ സംസ്ഥാന അധ്യക്ഷനായിരുന്ന സമയത്താണ് ആ ചാനലിലേക്ക് ചർച്ചയ്ക്ക് നേതാക്കൾ പോകരുതെന്നും ചാനലുമായി യാതൊരുവിധ സഹകരണവും വേണ്ട എന്നും തീരുമാനിച്ചത്. ഇപ്പോഴിതാ ഇലക്ഷൻ എക്സ്പ്രസ് എന്ന അവരുടെ പരിപാടിയിലാണ് ഇപ്പോൾ ചാണ്ടി ഉമ്മൻ പങ്കെടുത്തിരിക്കുന്നത്. ഇതിനെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത്. അതായത് മറ്റ് സീനിയർ നേതാക്കളൊന്നും തന്നെ റിപ്പോർട്ടർ TVയുമായി ഇപ്പോൾ സഹകരിക്കാത്തൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ അവിടെ പോയി അവരുടെ മുമ്പിൽ ബൈറ്റ് എടുത്ത് ഇത്തരത്തിൽ ചാണ്ടി ഉമ്മൻ വലിയ രീതിയിൽ ഇപ്പോൾ വിവാദങ്ങളിൽ പെട്ടിരിക്കുകയാണ്. പലതരത്തിലും അദ്ദേഹത്തെ ഇപ്പോൾ ആളുകൾ പരിഹസിച്ചും അല്ലെങ്കിൽ എന്തിനാണ് പോയത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വലിയ വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഉയരുകയാണ്. മാത്രമല്ല ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ തെരഞ്ഞെടുപ്പ് അതായത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യാജ ആധാർ കാർഡ് ഉണ്ടാക്കിയെന്ന തരത്തിൽ വാർത്തകൾ ചെയ്തത് റിപ്പോർട്ടർ TVയിലെ റോഷിപാലാണ്. ഈ റോഷിപാൽ തന്നെയാണ് ഇത്തരത്തിൽ ചാണ്ടി ഉമ്മന്റെ തൊട്ടടുത്തിരുന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. അത്തരത്തിൽ റോഷിപാലിന്റെ വീട്ടിൽ പോയി തനിക്ക് ബൈറ്റ് കൊടുക്കാമായിരുന്നില്ലേ എന്നൊക്കെയാണ് പോരാളി വാസുവിനെ പോലെ, അതായത് പോരാളി ഷാജിക്ക് പകരം കോൺഗ്രസ്സുകാരുടെ ഒരു സാമൂഹ്യ മാധ്യമ മുഖമാണ് പോരാളി വാസു ഒക്കെ ചോദിക്കുന്നത്. എന്തായാലും ചാണ്ടി ഉമ്മൻ ഇത്തരത്തിൽ പല വിവാദങ്ങൾ സൃഷ്ടിക്കുമ്പോൾ അദ്ദേഹം കോൺഗ്രസിനൊപ്പം അല്ലാതെ അല്ലെങ്കിൽ ഔദ്യോഗിക പാർട്ടിയുടെ നിലപാടുകൾക്കൊപ്പം നടക്കുന്നില്ല എന്നാണ് പലരും വിമർശിക്കുന്നത്.